കുടിയോ? വെള്ളം കുടിക്കുന്ന കാര്യമല്ല, പ്രേതം ബാധിക്കുക എന്ന അർത്ഥം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടെ എനിക്കൊരു ശരീരത്തിൽ കയറിയേ പറ്റൂ. ആരുടെ ശരീരത്തിൽ കയറണമെന്ന് നിങ്ങൾക്കു തീരുമാനിക്കാം. പ്രേതം കയറിയാൽ എന്തു പറ്റും? അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പേടിക്കും. അമ്മേ, പേടിക്കുന്ന ഒരു കേസിനും ഞാനില്ല. ഞാനും എന്ന് പ്രത്യേകം പറയണ്ട, നീ തന്നെയാ ഞാൻ. ഭൂം. സൂര്യൻ അസ്തമിക്കുമ്പോൾ വരാം. അയ്യോ, അസ്തമിക്കാൻ ഇനി 1 മണിക്കൂറേ ഉള്ളൂ. ആ ടൈം മെഷീനാ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അതങ്ങ് പൊളിച്ചു കളഞ്ഞാലോ? വേണ്ട, അത് ബുദ്ധിയല്ല. എനിക്ക് വേറൊരു ബുദ്ധി തോന്നുന്നുണ്ട്, പറയട്ടെ? പറ. പ്രേതം കൂടാൻ അപ്പൂപ്പനങ്ങ് സമ്മതിക്ക്. ഏതായാലും സ്വന്തം പ്രേതമല്ലേ. പോടാ, ഇതാണോ ബുദ്ധി? അതു പറ്റില്ല. ഇവിടെ ഉണ്ടായിരുന്നു. സ്വന്തം ദേഹത്ത് കയറാൻ പ്രേതത്തിനു പറ്റില്ല. അതേതായാലും നന്നായി. ഭൂം. ദേ പിന്നെയും പോയി. നിങ്ങൾ ആലോചിക്ക്, ഞാനിപ്പോൾ വരാം. കുറച്ച് പരിപാടികളുണ്ട്. 1 മിനിറ്റ്. എനിക്ക് മീശയൊക്കെ വരുമല്ലേ? എത്രാം വയസ്സിലാ മീശ മുളച്ചത്? മീശ മുളയ്ക്കില്ല, കാത്തിരുന്നു മടുത്തപ്പോൾ മന്ത്രപ്പൊടിയിട്ട് വരുത്തിയതാ. ചേട്ടൻ ലുട്ടാപ്പി എങ്ങോട്ടാടാ പോയത്? ആവോ, എനിക്കറിയില്ല. മായാവി, നീ തന്നെ പറ, നമ്മളെങ്ങനെ രക്ഷപ്പെടും? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മായാവി. രാധ. രാജുവിനെ ഞാൻ ഓട്ടോയിൽ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അതു കഴിഞ്ഞ് ലൊട്ടിലൊടുക്കിൻ്റെ ലാബിൽ പോയി ടൈം മെഷീൻ്റെ പേപ്പറുകൾ കണ്ടെത്തി. കേടായ ടൈം മെഷീൻ ഇത് നോക്കി ശരിയാക്കാം. അതോടെ ശാസ്ത്രജ്ഞർ പുറത്തു വരുമല്ലോ. നല്ല ഐഡിയ. പക്ഷേ നമുക്ക് അത്രയും സമയമില്ല രാധേ. കുട്ടൂസൻ്റെ പ്രേതം പറഞ്ഞതെല്ലാം മായാവി രാധയെ അറിയിച്ചു. അയ്യോ, അപ്പോൾ ആദ്യം പ്രേതത്തെ ഒഴിവാക്കണോ? അതെ. ഭൂം. അതു നിങ്ങൾക്ക് കഴിയുന്ന കാര്യമല്ല. പിന്നെയും വന്നല്ലോ. എന്നെ മാത്രമല്ല, ടൈം തെറ്റി വന്ന എല്ലാവരെയും ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അതു നിങ്ങൾക്ക് പറ്റില്ല. പറ്റുമോ എന്നൊക്കെ പിന്നെ നോക്കാം. വഴി പറ. സ്വന്തം പ്രേതമല്ലേ, ഒരു താഴ്മയായി ചോദിക്കുക അപ്പൂപ്പ. എനിക്ക് എൻ്റെ മുന്നിൽ ഇത്രയേ താഴാൻ പറ്റൂ. പറയാം. ടൈം തെറ്റി വന്ന ആരെങ്കിലും ടൈം തെറ്റി വന്ന മറ്റൊരാളെ ഇല്ലാതാക്കണം. ശാസ്ത്രജ്ഞർ എങ്ങനെയോ അല്പം മന്ത്രവാദവും ഈ ടൈം മെഷീനകത്ത് പ്രയോഗിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ചില കാര്യങ്ങളും ഇതിനകത്ത് വന്നു പെട്ടത്. ഇത് ആ ശാസ്ത്രജ്ഞർക്ക് പോലും അറിയില്ല. പുറത്തു വരുന്നത് പ്രേതമാണെങ്കിൽ അയാൾക്ക് രാത്രി ഏതെങ്കിലും ശരീരത്തിൽ കയറിയേ പറ്റൂ. എനിക്ക് നിങ്ങളിൽ ഒരാളുടെ ദേഹത്തു കയറാതെ പറ്റില്ല എന്നർത്ഥം. അതല്ലെങ്കിൽ അസ്തമയത്തിന് മുമ്പ് ഈ പ്രശ്നം തീർക്കണം. അതിന് പുറത്തു വന്ന ഒരാളെ ഇല്ലാതാക്കണം. അതും പൂർണ്ണ മനസ്സോടെ വേണം. മടിച്ചു ചെയ്താൽ കാര്യമില്ല. അതുകൊണ്ട് ഇതേപ്പറ്റി അറിയാത്ത ആരെങ്കിലും വേണം അത് ചെയ്യാൻ. അങ്ങനെ ഇല്ലാതായാലും അതയാളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ ബാധിക്കില്ല. അതായത് കുട്ടി വിക്രമൻ മരിച്ചാൽ അത് ഇപ്പോഴത്തെ വിക്രമനെ ബാധിക്കില്ല. വല്ലാത്ത കുരുക്കാണല്ലോ. അപ്പൂപ്പന് ഇതെല്ലാം പണ്ടു നടന്ന കാര്യമല്ലേ. അന്ന് ഈ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു? അറിയില്ല. പ്രേതമായതുകൊണ്ടാണോ എന്തോ എല്ലാ ഓർമ്മയും കിട്ടുന്നില്ല. നിങ്ങളെ കഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ അസ്തമിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റു വഴികളില്ല. എന്നാ പിന്നെ അപ്പൂപ്പൻ പ്രേതം ആ കുട്ടി വിക്രമനെ തട്ടിക്കോ. എൻ്റെ കുന്തം കട്ടവനാ. ദ്രോഹി, എന്നെ കൊന്നാൽ ഞാൻ പ്രേതമായി വന്ന് നിന്നെയും തട്ടും. ആ വഴി നടപ്പില്ല. പ്രേതമായ ഞാൻ കൊന്നതുകൊണ്ട് പ്രയോജനമില്ല. ഭൂം. അതാ ചേട്ടൻ ലുട്ടാപ്പി വരുന്നു. ഇവനെ തട്ടിയാലോ? നീ എവിടെ പോയതാടാ?
ചെറുപ്പത്തിൽ മോഹിച്ച 2 കാര്യങ്ങൾ നടത്താൻ പോയതാ. ഉറങ്ങിക്കിടന്ന പുട്ടാലു അമ്മാവനിട്ട് ഒരടി കൊടുത്തു. ഢീം! ഹമ്മൂ! പിന്നെ ആ ഡിങ്കിനിക്കിട്ടൊരു കല്ലേറ്. ഠക്! അയ്യോ! എനിക്ക് കുറേ പാര പണിതതാ ഇവൾ. ആ, മോഹമൊക്കെ സാധിച്ചു വെച്ചോ. നിന്റെ കഥ കഴിയാറായി. ഇതെന്താ? കുട്ടി വിക്രമൻ നിന്നെ തട്ടും. അയ്യോ! കുട്ടി വിക്രമൻ ഇതൊന്നും അറിയാത്തതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ തട്ടും. എന്നെ കൊല്ലല്ലേ. നിന്നെ അല്ലടാ, മറ്റേ നിന്നെ. അയ്യോ! ഒരു വഴി കിട്ടി. പക്ഷേ അതിന് എനിക്ക് എൻ്റെ വടി വേണം. വടി ഞാൻ തരുന്ന പ്രശ്നമില്ല. ഇങ്ങുതാ. പിന്നെ തീക്കളിക്കിടയിലാ വടിക്കളി. കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്യ്. പറ്റിച്ചു കടന്നു കളഞ്ഞാൽ കൊല്ലും ഞാൻ. എല്ലാവരും അപകടത്തിലായാൽ ആരും ശത്രുക്കളല്ല അമ്മൂമ്മേ. മായാവിയുടെ മനസ്സിൽ ചില പദ്ധതികളുണ്ടായിരുന്നു. ഡാകിനിയുടെ മൂങ്ങയുടെ മുട്ടയും ടൈം തെറ്റി വന്നതാണ്. ടൈം തെറ്റി വന്ന മറ്റാരെങ്കിലും അതെടുത്ത് എറിഞ്ഞുടച്ചാൽ മതി. ആ മുട്ട ഇല്ലാതായാലും ഇപ്പോഴത്തെ മൂങ്ങയെ അത് ബാധിക്കില്ലല്ലോ. പക്ഷേ ഇതേപ്പറ്റി അറിയാത്ത ആരെയെങ്കിലും കണ്ടെത്തണം, അതും ഉടനെ. അസ്തമിക്കാൻ ഇനി മിനിറ്റുകളെ ബാക്കിയുള്ളൂ. അല്പം കഴിഞ്ഞ്. അയ്യോ! സൂര്യൻ അസ്തമിക്കാറായി. മായാവിയെ കാണുന്നില്ലല്ലോ. അടുത്ത നിമിഷം. ഓക്കേ, സമയമാകുന്നു. എനിക്ക് കുടിയിരിക്കാൻ ഞാൻ തന്നെ ഒരാളെ തിരഞ്ഞെടുത്തു. ലുട്ടാപ്പി. അയ്യോ! ഞാനോ?